വെൽക്കം ബാക്ക്. വോയിസ് മീറ്ററിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ വോയിസ് മീറ്ററിന്റെ ബേസിക്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വോയിസ് മീറ്ററിൽ നമ്മുടെ മൈക്ക് ഹാർഡ്വെയർ ഇൻപുട്ടായ മൈക്ക് വോയിസ് മീറ്ററിൽ കണക്ട് ചെയ്തിട്ട് ഈ മൈക്കിന്റെ ഔട്ട്പുട്ടിന് നമ്മൾ OBS ഉപയോഗിച്ചിട്ട് സ്ട്രീം ചെയ്യണത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഫസ്റ്റ് വീഡിയോ, അതായത് വോയിസ് മീറ്ററിന്റെ ബേസിക് വീഡിയോ കാണാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വോയിസ് മീറ്ററിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കോൺഫിഗർ ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഞാനിതിവിടെ അതിന് ഒരു മാറ്റം വരുത്തിയത്, ഞാനിതിവിടെ ഫസ്റ്റത്തെ ഒരു ഇതായിട്ട് ഹാർഡ്വെയർ ഇൻപുട്ട് 1 ആയിട്ട് ഞാൻ മൈക്ക് കൊടുത്തു. ഇത് റീനെയിം ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മുടെ മൈക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ഹാർഡ്വെയർ ഇൻപുട്ടിൽ ഞാൻ മൈക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ് ജസ്റ്റ് മൂവ് ചെയ്യണത് കാണാൻ പറ്റും. ഞാനിപ്പോൾ സംസാരിക്കാതെ ഇരുന്നാൽ പോലും ഈ ഒരു ബാറിനൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് മിണ്ടാതിരിക്കാം കുറച്ച് നേരത്തേക്ക്. ഉണ്ടോ? ഇപ്പം ഞാൻ സംസാരിക്കാത്ത പോലും ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഈ നോയ്സ് ഉണ്ട്. ബാക്കി എല്ലാ ലെവലും ഈ ഒരു ഇതൊക്കെ 0 അല്ലേ? ഇതേപോലെ തന്നെ അല്ല നമ്മുടെ മൈക്ക് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതിന് നമുക്ക് EQ സെറ്റ് ചെയ്യണം. അപ്പോൾ EQ സെറ്റ് ചെയ്യണത് അടുത്തൊരു വീഡിയോയിലായിരിക്കും പറയാം. കാരണം EQ സെറ്റ് ചെയ്യണത് കുറച്ച് അധികം പറയാനുണ്ടാവും. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോ നോക്കാം. ഇപ്പം ജസ്റ്റ് നമ്മുടെ മൈക്കിന് നമുക്ക് എങ്ങനെയാണ് OBS ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇവിടെ വോയിസ് മീറ്ററിൽ നമ്മുടെ മൈക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഏത് ഔട്ട്പുട്ടിലോട്ടാണ് നമുക്ക് നമ്മുടെ മൈക്ക് കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ A1 A2 A3 ഉണ്ട്. അതായത് നമ്മുടെ മാസ്റ്റർ സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഇവിടെ A1 A2 A3 ഉണ്ട്. ഈ A1 A2 A3 ഈ മിക്സിങ് കഴിഞ്ഞിട്ട് പോകുന്നത് A1 A2 A3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹാർഡ്വെയർ ഔട്ട്പുട്ടിലോട്ടാണ്. ഇത് ഹാർഡ്വെയർ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കറിലോട്ടോ നമ്മുടെ ഹെഡ്സെറ്റിലോട്ടോ അതല്ല എക്സ്റ്റേണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാനേ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ഒരു A1 A2 A3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ OBS ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ B1 ഉം B2 തന്നിരിക്കണത്. ഈ B1 ഉം B2 എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് മീറ്റർ വയോയും വോയിസ് മീറ്റർ ഓക്സും ആണ്. അതായത് B1 എന്ന് പറയുന്നത് വോയിസ് മീറ്റർ വയോയും B2 എന്ന് പറയുന്നത് വോയിസ് മീറ്റർ ഓക്സും ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് B1 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ ഒരു മിക്സിംഗ് യൂണിറ്റിലോട്ട് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ എൻഡ് വരുന്നത് വോയിസ് മീറ്ററിൻ്റെ വയോ ആണ് B1 എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുന്ന ഏത് B1 ഞാൻ എനേബിൾ ചെയ്താലും ഇതിൻ്റെ ഔട്ട് വരുന്നത് ഈ ഒരു B1 മിക്സിംഗ് യൂണിറ്റിലോട്ടായിരിക്കും വരാം. ഇവിടെ B1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട് ഇങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. B1 നമ്മുടെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ B1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനലിൻ്റെ എൻഡാണ്. അതായത് ഇത് ഇൻപുട്ടും B1ൻ്റെ ഈ B1ൽ വരുന്ന ഓഡിയോ പോകുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ B2 ഞാൻ ഇപ്പോൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ B2 പോകുന്നത് നമ്മുടെ ഈ ഒരു B2 എന്ന് പറയുന്ന ഈ ഒരു ചാനലിലോട്ടാണ് നമ്മുടെ B2 പോകുന്നത്. ഇതിനകത്തുള്ള ഏത് B2 എനേബിൾ ചെയ്താലും ഈ വോയിസ് നേരെ പോകുന്നത് ഈ ഒരു മിക്സിംഗ് യൂണിറ്റിലോട്ടാണ്. അതിനുശേഷം നമുക്കിവിടെ EQയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് സോഫ്റ്റ്വെയർ ആയിട്ട് മാത്രമേ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഓപ്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ OBS ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ OBS. ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ വരികയാണെങ്കിൽ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഓഡിയോ എടുക്കുക. ഓഡിയോ എടുത്തതിന് ശേഷം ഇവിടെ ഞാനിവിടെ ഓൾറെഡി വോയിസ് മീറ്ററിൻ്റെ ഓക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഒരു ഓഡിയോനെ ഈ ഒരു മൈക്കിൻ്റെ B2 എന്ന് പറയുന്ന ഈ ഒരു ഔട്ട്പുട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതായത് ഈ B2 എന്ന് പറയുന്ന കേബിള് വോയിസ് മീറ്റർ ഓക്സ് ആണ്. അപ്പോൾ ഈ വോയിസ് മീറ്റർ ഓക്സ് ഇവിടെ ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. വോയിസ് മീറ്റർ ഓക്സ് ഔട്ട്പുട്ട് മൈക്ക് ഓക്സിലറി ഓഡിയോ 2ൽ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നതനുസരിച്ച് ഈ ഒരു ലെവൽ ഇങ്ങനെ കയറുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഫിൽറ്റേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് റെഡിലോട്ടൊക്കെ കയറി പോണത്. അപ്പോൾ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. അത് അത്രയ്ക്ക് ഹൈയിലോട്ട് കയറുന്നുണ്ടാവില്ല. ഇത് പെട്ടെന്ന് ഭയങ്കര ഇതിലോട്ട് കയറും. കാരണം ഞാൻ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് മീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഇതിനകത്തോട്ട് എടുക്കാൻ പറ്റും.
ഞാൻ മൈക്ക് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബീറ്റ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ഓഡിയോസ് ഒന്നും വരില്ല. ആ ഓഡിയോ മ്യൂട്ടായിപ്പോൾ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനേബിൾ ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത സമയത്ത് എനിക്ക് ഡിസേബിൾ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ മൈക്കിനെ വോയിസ് മീറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരുപാട് കണക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഡിസ്കോഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മൈക്ക്, മോസില്ല, VLC അങ്ങനെ എല്ലാ ഓഡിയോനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമ്മുടെ വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോനെ നമ്മുടെ OBSലോട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഔട്ട്പുട്ട് 2 ഉണ്ട്. വോയിസ് മീറ്റർ വായോയും വോയിസ് മീറ്റർ ഓക്സും. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓഡിയോയിൽ വന്നിട്ട് ഈ ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്തതിന് ശേഷം വോയിസ് മീറ്റർ വായോയും വോയിസ് മീറ്റർ, അതായത് ഈ വോയിസ് മീറ്റർ വായോയും വോയിസ് മീറ്റർ ഓക്സും ഇത് രണ്ടും മാത്രം അപ്ലൈ ചെയ്യാം. ബാക്കി ഉള്ള പാനലുകളെല്ലാം അതായത് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകെ 2 നമ്മുടെ ഓക്സ് സോഫ്റ്റ്വെയർ ഇൻപുട്ടുകൾ മാത്രമേ നിങ്ങളുടെ OBSലുണ്ടാവൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ വോയിസ് മീറ്റർ വയോയിലിട്ട് ഓഡിയോ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതായത് ഈ B1 B2 ഈ 2 B1ലും B2ലോട്ടും ആണ് നിങ്ങൾക്ക് ഈ 2 B1 ഈ B2 ഇതിലോട്ട് 2ലും ഓഡിയോ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ആണ്. ഈ ഡെസ്ക്ടോപ്പ് ഓഡിയോ സ്ട്രീമിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ B1 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിയോ നേരെ ഈ ഒരു ചാനലിലോട്ട് വരും. അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയം ഞാൻ B2ൽ എനേബിൾ ചെയ്തു. അപ്പം B2ൽ നേരെ ഇവിടെ വരും. അതായത് വോയിസ് മീറ്റർ ഓക്സിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോയും പോവും. അതുപോലെ തന്നെ മൈക്ക് ഓഡിയോ നമ്മുടെ B2 വോയിസ് മീറ്റർ ഓക്സിലോട്ടും പോകും. അതുപോലെ തന്നെയാണ് ഇതുപോലെ മോസിലയിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീമിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ B1 എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ B2 എനേബിൾ ചെയ്യുക. ഏതാണ് B2 എനേബിൾ ചെയ്താൽ നിങ്ങളുടെ മൈക്ക് വോളിയത്തിൻ്റെ ഒപ്പമായിരിക്കും പോവുക. B1 എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് വോളിയത്തിൻ്റെ ഒപ്പമായിരിക്കും പോവുക. അപ്പോൾ അതെ ഞാനിവിടെ ഇപ്പോൾ B1 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോസിലയിൽ വരുന്ന വോളിയം പോകും. ഇപ്പം നിങ്ങൾക്ക് ഈ വോളിയം കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് A1 എനേബിൾ ചെയ്യണം. സ്ട്രീമിലോട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ B1 എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കോഡ് വോളിയം നിങ്ങൾക്ക് മാത്രം കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ A1 എനേബിൾ ചെയ്യുക. അതെല്ലാം നമ്മുടെ സ്ട്രീമിലോട്ടും കൂടി പോകണമെന്നുണ്ടെങ്കിൽ B1 അല്ലെങ്കിൽ B2 എനേബിൾ ചെയ്യുക. ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്ട്രീമിനെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ആർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് മീറ്ററിൽ വരാം, ഈ B1ഉം B2 എനേബിൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വോളിയത്തിനെ വോയിസ് മീറ്റർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യണത്. നിങ്ങളുടെ OBSലോട്ട് പോകണോ, അതായത് സ്ട്രീം ചെയ്യണ സമയത്ത് അവർ കേൾക്കണോ, അതല്ല നിങ്ങൾ മാത്രം ആ വോളിയം കേട്ടാൽ മതിയോ, അതല്ല നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വോയിസ് മീറ്റർ ഉപയോഗിക്കാൻ പറ്റും. വോയിസ് മീറ്റർ ഒരു പവർഫുൾ ആപ്ലിക്കേഷനാണ്. നമുക്ക് വോയിസ് മീറ്ററിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഇനി അതിനകത്ത് EQ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരാം. അതുപോലെ തന്നെ അഡ്വാൻസ് EQs ഉണ്ട്, അതും നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു, ബൈ.